ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒരു നല്ലൊരു വാർത്ത നിങ്ങളോട് കൈമാറാൻ വേണ്ടിയാണ്, ഒരു നല്ലൊരു സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയാണ്. സുവിശേഷത്തിനകത്ത് കറയില്ല, സുവിശേഷത്തിനകത്ത് കള്ളത്തരമില്ല. ഇത് സുവിശേഷം കെട്ടിച്ചമച്ച ഒരു കഥയല്ല. സുവിശേഷം എന്ന് പറയുന്നത് ആരെയോ ഹൃദയത്തിനകത്ത് തോന്നിയ തോന്നലുകളല്ല. സുവിശേഷത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്നാണ് ദൈവത്തിന്റെ സുവിശേഷം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത, കാതലായ സന്ദേശം എന്ന് പറയുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. തിരുവെഴുത്തിൻ പ്രകാരം തന്നെ യേശു ക്രിസ്തു തിരുവെഴുത്തുകളെ മാറ്റി നിർത്തിക്കൊണ്ട് യേശു തന്റെ ഐഹിക ജീവിതത്തിനകത്ത് യാതൊന്നും ചെയ്തിട്ടില്ലാത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം വിട്ട് നമുക്ക് ഒരു വഴിയിൽ നടക്കുവാനോ ചിന്തിക്കുവാനോ സംസാരിക്കുവാനോ നമുക്ക് കഴിയത്തില്ല. ഏറ്റവും വലുത് ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണ്. അതിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നവരും വായിച്ചു കേൾപ്പിക്കുന്നവരും അത് പ്രമാണിക്കുന്നതും അത് അനുസരിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ ദൈവത്തിന്റെ വചനം അനുസരിക്കാനോ അതിനെ അംഗീകരിക്കാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകി. ഈ ശബ്ദ ശ്രീബന്ധയിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ കാര്യത്തിലിരിക്കുന്ന വേദപുസ്തകം വായിക്കുക. ആ വായിക്കുന്നതോടെ ആ വേദപുസ്തകം അത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. വേദപുസ്തകം ഒരുപക്ഷെ ഒരു വിഗ്രഹമാക്കി മാറ്റുകയോ അതൊരു അലമാരയ്ക്കകത്ത് കൊണ്ടുവയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു സ്തോത്ര മേശയുടെ പുറത്ത് വെച്ച് അത് വായിക്കാതിരിക്കേണ്ട പുസ്തകമല്ല. വേദപുസ്തകം അത് വായിക്കേണ്ട പുസ്തകമാണ്. ഈ വേദപുസ്തകം വായിച്ചവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വേദപുസ്തകം ചുമന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന എഴുത്തുകൾക്ക് വളരെ പ്രാധാന്യതയുണ്ട്. കാരണം 40ഓളം എഴുത്തുകാർ പല മേഖലയിൽ ഇരുന്നുകൊണ്ട് അറിവുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും സമ്പന്നതയുള്ളവരും അതുപോലെ ഉന്നതങ്ങളിൽ ജോലികളിൽ ഇരുന്നവരും സാധാരണപ്പെട്ടവരും കടലിൽ ജീവിക്കുന്നവരുമായ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്തലന്മാരെ കൊണ്ട് പല മേഖലകളിൽ ഇരുന്നുകൊണ്ട് ദാവീദ് രാജാവ് അതുപോലെ അങ്ങനെയുള്ള അത്ലയന്മാർ, മോശ തുടങ്ങിയ ദൈവം നിയോഗിച്ച വ്യക്തികൾ 40ഓളം എഴുത്തുകാർ പല മേഖലകളിൽ ഇരുന്നുകൊണ്ട് എഴുതിയതാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. യെരൂശലേമിന്റെ സഭയെ മുടിച്ചു തകർക്കുവാൻ, ഇല്ലാതാക്കുവാൻ കടന്നുപോയ അപ്പോസ്തലനായ പൗലോസിനെ യെരൂശലേമിന്റെ നേർവീതിയിൽ വെച്ച് തൊട്ട് അവനെ യേശുവിനെ സാക്ഷിയാക്കി മാറ്റുവാൻ പൗലോസിനെ കർത്താവ് തൊട്ടു. അങ്ങനെയെങ്കിൽ കർത്താവ് സന്ദർശിച്ചവരെ കൊണ്ട് കർത്താവിന്റെ ഹൃദയത്തിനകത്തുള്ള നിർണയപ്രകാരം വിളിച്ചവരെ കൊണ്ട് എഴുതിയ ഒരു പുസ്തകം അത്രേ വേദപുസ്തകം. അങ്ങനെയെങ്കിൽ ഈ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന സുവിശേഷ സത്യങ്ങൾക്ക് വളരെ പ്രാധാന്യതയുണ്ട്.